പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മുടെ രാജ്യത്തിനകത്തിരുന്ന് ഈ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന 1000 സനോഫർമാരെ കാണിച്ചു കൊടുക്കാൻ എനിക്ക് കഴിയും. 1000 അല്ല, 10000 അല്ല, ലക്ഷങ്ങളല്ല ആളുകൾ ഈ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്നവരുണ്ട്. അവരെ തിരിച്ചറിയണമെങ്കിൽ നമ്മുടെ ലൈവ് ചാറ്റുകളുടെ താഴെ നോക്കിയാൽ മതി. നമ്മുടെ വീഡിയോകളുടെ താഴെ വരുന്ന കമന്റുകൾ പറഞ്ഞു തരും എത്രമാത്രം തീവ്രവാദികൾ നമ്മുടെ രാജ്യത്തിനകത്തുണ്ടെന്ന്. രാജ്യത്തിന് പുറത്തുള്ള തീവ്രവാദികളെ സൈനികർ നേരിട്ടോട്ടെ, പക്ഷേ രാജ്യത്തിനകത്തുള്ള ഭീകരരെ, രാജ്യവിരുദ്ധരെ, ഇന്ത്യ വിരുദ്ധരെ നേരിടുന്നതിൽ പലപ്പോഴും നമ്മുടെ രാജ്യം പരാജയപ്പെട്ടു പോകുന്നു. അതുകൊണ്ട് എല്ലാം നല്ലതിനാണ് എന്ന് വിശ്വസിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സനോഫർ നല്ലതായിരുന്നു. തൻ്റെ സഹോദരങ്ങളാണ് എന്ന് പാകിസ്ഥാൻ ഭീകരരെ പരിചയപ്പെടുത്തിയ, കാശ്മീര് ഞങ്ങൾ പിടിച്ചടക്കുമെന്ന് പറഞ്ഞ, നാളെ ഇന്ത്യയോട് യുദ്ധം ചെയ്യാൻ സന്നദ്ധനായി നിൽക്കുന്ന ഒരു സനോഫറിനെ, ഒരു നൗഷാദിനെ, അതല്ലെങ്കിൽ ഒരു മുഹമ്മദ് അലി മാത്രമല്ല രാജ്യം തുരത്തേണ്ടത്. ഇതുപോലെയുള്ള ലക്ഷക്കണക്കിന് രാജ്യവിരുദ്ധരാകുന്ന ആളുകൾ ഈ രാജ്യത്തിനകത്തിരുന്ന് വിഷം തുപ്പുന്നുണ്ട്. അവരെയാണ് നമുക്ക് പുറത്തു കൊണ്ടുവരേണ്ടത്. NIA കൃത്യമായ രൂപത്തിൽ ഒരു സൈറ്റ് തന്നെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇത്തരം രാജ്യവിരുദ്ധരെ സംബന്ധിക്കുന്ന വിവരങ്ങൾ പങ്കുവെച്ചാൽ മാത്രം മതി. കമന്റ്സ് ആയിരുന്നാലും, പോസ്റ്റുകളാണെങ്കിലും, വീഡിയോകളാണെങ്കിലും, വാട്സപ്പ് സന്ദേശങ്ങളായിരുന്നാലും ശരി, ആ നമ്പർ അതല്ലെങ്കിൽ ആ മെയിൽ ID കിട്ടിയാൽ മതി. ബാക്കി എല്ലാ കാര്യങ്ങളും, കമന്റ് കിട്ടിയാൽ മതി, അവരുടെ പേരും ബാക്കി എല്ലാം NIA തൂത്തുവാരിക്കോളും. നമുക്കിനിയും അതാണ് വേണ്ടത്. ഈ രാജ്യത്തിനകത്തുള്ള ശത്രുക്കൾ, ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോ കേൾപ്പിച്ചു തരാം. നമ്മൾ മുമ്പ് കേട്ടതാണെങ്കിൽ പോലും ഈ സന്ദർഭത്തിൽ അത് കേൾക്കണമെന്ന് തോന്നി. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ ദുരന്തത്തിൽ നിന്നും ഇനിയും മുക്തമായിട്ടില്ലാത്ത നമ്മൾ കൃത്യമായ രൂപത്തിൽ അറിയണം എന്താണ് നമ്മുടെ രാജ്യത്തിനകത്ത് നടക്കുന്നതെന്ന്. നമ്മുടെ രാജ്യത്തെ പൗരത്വം പേരി ഈ രാജ്യം നൽകുന്ന മതേതരത്വവും ദേശീയതയും ജനാധിപത്യവും ഒക്കെ അനുഭവിച്ചിട്ട് ഈ രാജ്യത്തിരുന്ന് ഈ രാജ്യത്തോട് കൂറ് കാണിക്കാതെ, കൂറും പ്രതിബദ്ധതയും ഒക്കെ മറ്റ് രാജ്യങ്ങളോടും മറ്റ് രാജ്യങ്ങളുടെ ഭാഷകളെ താലോലിക്കുകയും അവരുടെ രാഷ്ട്രീയത്തെയും അവരുടെ മത ചുറ്റുപാടുകളെയും അത്തരം നിലപാടുകളെയും അംഗീകരിക്കുകയും ചെയ്യുന്ന ചില സൈലന്റ് കില്ലേഴ്സ് ആകുന്ന ഭീകരരുണ്ട് നമുക്ക് ചുറ്റും. അവരെ നമ്മൾ തിരിച്ചറിയണം. ഞാൻ ഒരു വീഡിയോയുടെ കുറച്ച് ഭാഗം നിങ്ങളെ ഒന്ന് കേൾപ്പിക്കാം. നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ജവഹർലാൽ നെഹ്റു തൊട്ട് എടുക്കാം. ഞാൻ കറക്റ്റ് സമയം നോക്കിക്കൊണ്ടാണ് പ്രസംഗിക്കുന്നത്. ജവഹർലാൽ നെഹ്റുവിന്റെ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ അദ്ദേഹം പറഞ്ഞു, ഉറുദു 15 ഭാഷകൾ ഉള്ളതിൽ ഒരു ഭാഷയായിരിക്കണം. ഹിന്ദിയും അതിലൊരു ഭാഷ മാത്രമാണ്. അന്ന് ഹിന്ദി അതിലൊരു ഭാഷ മാത്രമാണ് അല്ല. രണ്ടാമത് സംസ്ഥാനങ്ങൾ, ഇപ്പോ പഹൽഗാം ഭീകരാക്രമണത്തിൽ കഴുത്തിൽ ക്യാമറ തൂക്കിയിട്ടിരുന്ന ഭീകരർ സംസാരിച്ച ഉറുദു ഭാഷ കണ്ടിട്ടാണ് പാകിസ്ഥാനികളാണവർ. പാകിസ്ഥാന്റെ മാരകമായിട്ടുള്ള ആയുധങ്ങളായിരുന്നു അവരുടെ കരങ്ങളിൽ ഉണ്ടായിരുന്നത്. ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് ഹമാസ് ഭീകരരാണ്. അവരുടെ സഹായവും ഇവർക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് നമ്മുടെ ഇന്റലിജൻസ് വൃത്തങ്ങൾ തിരിച്ചറിഞ്ഞത്. ഭാഷയുടെ പേരിൽ വേണമെന്ന് പറഞ്ഞപ്പോൾ, അതേമാതിരി സംസ്ഥാനം ഉണ്ടല്ലോ ഇന്ത്യയിൽ, ലക്ഷദ്വീപ് ഉണ്ടല്ലോ, യൂണിയൻ ടെറിട്ടറി, ജമ്മു ആൻഡ് കാശ്മീർ ഉണ്ടല്ലോ. ആർട്ടിക്കിൾ 370 ഇവരെടുത്ത് മാറ്റിയെങ്കിലും അവർ 70 കൊല്ലം നിലനിർത്തി. ജവഹർലാൽ നെഹ്റു നിലനിർത്തി. അപ്പൊ അത് നിങ്ങൾ മനസ്സിലായി. പിന്നെ സ്വാതന്ത്ര്യത്തിന് സമയത്തിന്റെ കാലഘട്ടത്തിൽ അല്ല, നമ്മുടെ സ്വാതന്ത്ര്യത്തിന് സമയ കാലഘട്ടത്തിൽ ഇവിടെ സംവരണം ഉണ്ടായിരുന്നില്ല. ഏതാനും കുറച്ച് സംസ്ഥാനങ്ങളിൽ, അതിൽ കേരളത്തിൽ മാത്രം എന്ന് മനസ്സിലാ പറയാം, ഒരു സംവരണം ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് സംവരണം വന്നില്ലേ, ഓരോ സംസ്ഥാനത്ത് സംവരണം വന്ന്. തമിഴ്നാട്ടിൽ സംവരണം ഉണ്ടായിരുന്നു, മനസ്സിലായി. അല്ലാതെ ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലും, ആദ്യം കർണാടകയിൽ, പിന്നെ ആന്ധ്രയിലൊക്കെ മുസ്ലിം സംവരണം വരികയും അവസാനം മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് വന്നപ്പോൾ ഇന്ത്യയിൽ ആഗമനം മുസ്ലിമുകൾക്ക് സംവരണം വന്നു.
അതുകൊണ്ടാണ് ഇന്ന് ഇപ്പോൾ അധികം IAS ഓഫീസർമാരെയൊക്കെ നമ്മൾ കാണുന്നത്, മുസ്ലിമിനെ IAS IPS ഒക്കെ കാണുന്ന സംവരണം വന്നുകൊണ്ടാണ്. അടുത്ത് വരുന്നത് ന്യൂനപക്ഷ പദവി. ന്യൂനപക്ഷ പദവി വെച്ചിട്ട് ന്യൂനപക്ഷങ്ങൾക്ക്, മുസ്ലിം എഴുതിയിട്ടില്ല, ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തമായിട്ട് സ്ഥാപനങ്ങൾ നടത്താനും അവിടെ വേണമെങ്കിൽ 100 വിദ്യാർത്ഥികളെ അവരെ അഡ്മിറ്റ് ചെയ്യാനും അവരുടെ സമൂഹത്തിൽപ്പെട്ടവരെ അധ്യാപകരായിട്ട് നിയമിക്കാനും ഒക്കെ ഉള്ള നിയമം വന്നില്ലേ? ആ നിയമം UPA ഗവൺമെന്റ് പറഞ്ഞതെന്ന് വെച്ചാൽ ഏതെങ്കിലും പ്രാദേശിക ഗവൺമെന്റ് അതിനെതിരായിട്ട് നിൽക്കണമെങ്കിൽ നിങ്ങൾ 3 മാസം കൊണ്ട് മൈനോറിറ്റി കമ്മീഷനെ അപ്രോച്ച് ചെയ്തോളൂ. ഇതൊക്കെ പ്രായോഗികമായി നടപ്പാക്കുന്ന ആൾക്കാരെ ഞങ്ങൾ. 100 MES സ്ഥാപനങ്ങൾക്ക് ന്യൂനപക്ഷ പദവി ഉണ്ട്. ഇനി ഞങ്ങൾക്ക് പേടി അതെങ്ങാനും എടുത്തു കളയുമെന്നാണ്. അതെന്തെങ്കിലും ടെക്നിക്ക് പറഞ്ഞുകൊണ്ട് എടുത്തു കളയുമെന്നുള്ളതാണ്. അതേമാതിരി തന്നെ രാജീവ് ഗാന്ധിയുടെ മണ്ടത്തരം വരെ, ശിലാന്യാസ് വരെ ആർക്ക് അനുകൂലമായിട്ടാണ് നിന്നിരുന്നത്? അവര് മുസ്ലിം സമുദായത്തിന് അനുകൂലമായിട്ടാണ് കോൺഗ്രസ് പാർട്ടി നിന്നിരുന്നത്. പിന്നെ PV നരസിംഹറാവു വരെയല്ലേ കാര്യങ്ങൾ പോയിട്ടുള്ളൂ. ഇപ്പോഴും കോൺഗ്രസിന്റെ സമീപനം അങ്ങനെ തന്നെയാണ്. ആരും പോയില്ലല്ലോ. പ്രാൺ പ്രതിഷ്ഠക്ക് ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കന്മാർ പോയോ? ഇന്ന് കൂറുമാറിക്കൊണ്ട് ഉള്ളിൽ കൂടെ പണിയെടുത്തുകൊണ്ടിരുന്ന അശോക് ചവാനും കമൽനാഥൊക്കെ പുറത്തു കൊണ്ടിരുന്നു. അവർ പുറത്തു പോയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. കോൺഗ്രസിന് നേതാക്കന്മാർ വലിയ ഇതല്ലല്ലോ. അങ്ങനെ ഞാൻ പറയണം, എന്തിന് നമ്മുടെ ഈ ലക്ഷദ്വീപിലെ ആൾക്കാർക്ക് ഗിരിവർഗ സ്റ്റാറ്റസ് ഉണ്ട്, അറിയോ? ചിലർ തങ്ങന്മാരാണ്, അവർ ഗിരിവർഗക്കാരുമാണ്, ട്രൈബൽ. അതിന് പുറമെ അവർക്ക് എന്താ നമ്മൾ പറയാ, ഷെഡ്യൂൾഡ് കാസ്റ്റിന്റെ ഇതും കിട്ടുന്നുണ്ട്, സംവരണവും കിട്ടുന്നുണ്ട്. അപ്പൊ അതെങ്ങനെയുണ്ട്? അതൊക്കെ ഈ രാജ്യത്ത് നടപ്പാക്കിയിരുന്നു ഒരു കാലഘട്ടത്തിൽ. ഇതിപ്പോ കോൺഗ്രസിന് മാത്രമല്ല, അതിനുശേഷം വന്നിട്ടുള്ള ജനതാ പരിവാർ മുഖ്യമന്ത്രിമാർ, ലാലു പ്രസാദ് യാദവും മുലായം സിംഗ് യാദവും അടക്കമുള്ളവര്, അവിടെ മുലായം സിംഗ് ആണ് പൂട്ടിട്ടത്. എവിടെ? ഇവിടെ നമ്മുടെ കാശി ഇതിലെ തർക്കം വന്നപ്പോൾ അത് പൂട്ടണമെന്ന് 1993 ലാലു പ്രസാദ് യാദവാണ് LK അദ്വാനിയെ പിടിച്ച് അറസ്റ്റ് ചെയ്തത്. അപ്പൊ നമ്മൾ കൂട്ടായ്മ മാത്രമല്ല, നമ്മളുടെ കൂട്ടായ്മ മാത്രമല്ല, ഇന്ന് കേരളത്തിൽ ആഗമനം നടക്കുന്ന മാതിരി എല്ലാ സമൂഹങ്ങളിലും നമ്മളോട് ചേർന്ന് നിൽക്കുന്ന ആൾക്കാരെ കൂട്ടുപിടിച്ച്, രാഷ്ട്രീയത്തിൽ മാത്രമല്ല വിദ്യാഭ്യാസ രംഗത്തായാലും മറ്റെന്ത് രംഗത്തായാലും അവരെല്ലാം കൂട്ടുപിടിച്ചുകൊണ്ട് നമുക്ക് മുന്നേറണം. അല്ലാതെ ചെറിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. ഇസ്ലാമിന്റെ ആവിർഭാവ കാലഘട്ടത്തിൽ തന്നെ സൈദ്ധാന്തികമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. എന്താ ഞാൻ ഫുള്ളായിട്ട് നമ്മുടെ മുജീബ് റഹ്മാൻ പറഞ്ഞത് ഒട്ടുമുക്കാൽ കാര്യങ്ങളോട് ഞാൻ യോജിക്കുന്നു. അദ്ദേഹത്തിന് രാഷ്ട്രീയ കാഴ്ചപ്പാടുള്ള, ഞാനതുമാതിരി അത് രാഷ്ട്രീയ കാഴ്ചപ്പാടുള്ള, മറ്റുള്ളവർ ചിലപ്പോൾ ദിക്കറുപോലെ കാഴ്ചപ്പാടുണ്ടാവുള്ളൂ. ഞങ്ങളുടെ അഭിപ്രായത്തിൽ പോരാട്ടം വരെയാണ്. പോരാട്ടത്തിന് നമ്മളെ ഇങ്ങനെ ചില സന്ദർഭങ്ങളിൽ ചിലരുടെ ഉള്ളിൽ കിടക്കുന്നത് എന്താണ്? ആയിരക്കണക്കിന് ACയും ആയിരക്കണക്കിന് ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും. ചിലരുടെ ഉള്ളിൽ കിടക്കുന്ന രാജ്യവിരുദ്ധത എന്താണ് എന്ന് തിരിച്ചറിയിക്കാൻ ഇത്തരം പ്രഭാഷണങ്ങൾ സോഷ്യൽ മീഡിയകളിൽ ഉണ്ടാകണം. ഇപ്പോൾ ഫേസ്ബുക്കിലായിരുന്നാലും ഇൻസ്റ്റഗ്രാം, ട്വിറ്റർ, അതല്ലെങ്കിൽ യൂട്യൂബ്, ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലാണെങ്കിലും ശരി, ആരെങ്കിലും രാജ്യവിരുദ്ധതകൾ പറയുകയോ പ്രസംഗിക്കുകയോ കമന്റ് ഇടുകയോ ചെയ്താൽ കൃത്യമായി ആദ്യം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തു വെക്കുക. തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയി ഇൻഫോം ചെയ്യുക. നമ്മുടെ ഡ്യൂട്ടി കഴിഞ്ഞു. നമ്മളാണ് ചെയ്തത് എന്നറിയുക പോലും ചെയ്യാത്ത രൂപത്തിൽ കൃത്യമായി ആക്ഷൻ ഉണ്ടാകും, സംവിധാനങ്ങൾ ഉണ്ടാകും. കാരണം ഏതാണ്ട് ഇന്ത്യക്ക് മനസ്സിലായി, ഈ രാജ്യത്തിനകത്താണ് രാജ്യത്തിന്റെ ശത്രുക്കൾ പതിയിരിക്കുന്നത്, പുറത്തല്ല. അതുകൊണ്ട് ആദ്യം അകം വൃത്തിയാക്കണം. അതാണ് കാശ്മീരിൽ കണ്ടത്. 1500ഓളം ചാരന്മാരെ കാശ്മീരിനകത്ത് നിന്ന് പഹൽഗാം ഭീകരാക്രമണം നടന്നതിന്റെ മണിക്കൂറുകൾക്കകം തൂക്കിയെടുക്കാൻ NIAക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രാജ്യത്തിനകത്തുള്ള തീവ്രവാദികളെ കണ്ടെത്താനും NIAക്ക് വലിയ സമയമൊന്നും വേണ്ടിവരില്ല. കോടാനുകോടി ജനസമുദ്രത്തിൽ നിന്ന് പാകിസ്ഥാനികളെയും ബംഗ്ലാദേശികളെയും കണ്ടെത്താൻ ഇന്ത്യൻ പട്ടാളത്തിന് കഴിയുന്നുണ്ടെങ്കിൽ രാജ്യത്തെ ഒറ്റുകൊടുക്കുന്ന തീവ്രവാദികളെ കണ്ടെത്താൻ വല്ലാതെ സമയമൊന്നും NIAക്ക് വേണ്ടിവരില്ല. നന്ദി.